ബഹുമാനരായിട്ടുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ സവിസ്തരം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തിയെ സംബന്ധിച്ചും ആനുകാലിക ദേശീയ സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ചും നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ശുദ്ധമായ മലയാളത്തിൽ പ്രത്യസ്തമായ രീതിയിൽ തന്നെ പ്രിയപ്പെട്ട ഇതിന്റെ ഈ കുടുംബയോഗത്തിന്റെ ഉദ്ഘാടകൻ ജോസഫ് ജോൺ സാറ് നിങ്ങളോട് ആമുഖമായി സംസാരിച്ചു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ച് ഈ രാജ്യത്തെ രണ്ടാമത്തെ സ്വാതന്ത്ര്യ സമരമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാണുന്നതെന്ന് AICCയുടെ അധ്യക്ഷൻ പ്രഖ്യാപിക്കുകയുണ്ടായി. കഴിഞ്ഞ 60 സംവത്സരം ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം മുന്നോട്ട് പോയിട്ട് ഇത്രയധികം നമ്മുടെ സാമൂഹ്യ അവസ്ഥയ്ക്ക് വലിയ കോട്ടം തട്ടുന്ന ഒരു ഭരണാധികാരത്തിന്റെ പ്രയോഗം ഈ രാജ്യത്ത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് ഇതര ഗവൺമെന്റ് ചുരുങ്ങിയ കാലയളവും അല്പായുസോടുകൂടിയും കാലം തെറ്റിയുമൊക്കെ ഇവിടെ ഈ രാജ്യത്ത് ഭരിച്ചിട്ടുണ്ട്. BJPയുടെയും ഗവൺമെന്റ് ഈ രാജ്യത്ത് ജനങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം ഭീകരമായ ഒരു ഭരണ അവസ്ഥയെ, സാമൂഹ്യ സാഹചര്യത്തെ നിലനിർത്തുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആ ഗവൺമെന്റ് ആദ്യമായി ചെയ്ത കാര്യം ഈ രാജ്യത്ത് BJPക്ക് വളർച്ചയ്ക്ക് നേതൃത്വം നൽകിയ ലാൽകൃഷ്ണ അദ്വാനിയെ ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രവേശന കവാടത്തിന്റെ വലതുഭാഗത്ത് അദ്ദേഹത്തിന് നൽകിയിരുന്ന മുറിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മുരളി മനോഹർ ജോഷിയെയും. ഈ രാജ്യത്ത് ഏത് ഭരണകൂടങ്ങൾ ഭരിച്ചിരുന്നു എങ്കിലും അവരെല്ലാം പ്രതിപക്ഷ ബഹുമാനം കൊടുത്ത് താങ്കൾ വിശ്വസിക്കുന്ന ആശയ സംഹിതകൾ അല്ലെങ്കിൽ കൂടിയും ഇവരെയെല്ലാം ബഹുമാനിച്ചിരുന്നു സീനിയർ നേതാക്കന്മാർ എന്നുള്ള നിലയിൽ. നയതന്ത്ര വിദേശ ബന്ധത്തിന്റെ ഘട്ടങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടിരുന്ന ഇന്ദിരാ പ്രിയദർശിനി അടൽ ബിഹാരി വാജ്പേയിയെ വരെ വിദേശ നയതന്ത്രത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ പുലർത്തിയിരുന്ന ഒരു പ്രതിപക്ഷ മാന്യത എന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ സ്പേസ് അത് നൽകപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ ലോക്സഭയിൽ കക്ഷി നിലയിൽ അല്പം എണ്ണം കുറവാണെങ്കിലും സോമനാഥ് ചാറ്റർജിയും ഇന്ദ്രജിത് ഗുപ്തയും അടങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ എഴുന്നേറ്റ് നിന്നാലും പിൻ ഡ്രോപ്പ് സൈലൻസ്, ഒരു സൂചി ചാടിയാൽ അറിയുന്ന രീതിയിൽ ശാന്തമായിട്ട് അവരെ കേൾക്കുവാൻ ഇന്ത്യയുടെ പാർലമെന്റ് തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഈ ഗവൺമെന്റ് അധികാരത്തിൽ കോൺഗ്രസിന്റെ MPമാരുടെ എണ്ണത്തിൽ കുറവാണെങ്കിലും ഇന്ത്യൻ പാർലമെന്റിൽ AKGയെ പ്രതിപക്ഷ നേതാവായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കക്ഷി നിലയുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല അത്. അതൊരു ജനാധിപത്യത്തിന്റെ ഭാഗം എന്നുള്ള നിലയിൽ, അതൊരു അവശ്യ ഘടകം എന്നുള്ള നിലയിലാണ് അതിനെ കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള തസ്തികയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഭരണാധികാരികൾ അപ്രകാരം ചെയ്തു വന്നത്. ഇവിടെ അതിരഞ്ജൻ ചൗധരി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവിനെ സംസാരിക്കുവാൻ അവസരം നൽകുവാതെ പ്രതിപക്ഷ ബെഞ്ചുകളിൽ നിന്ന്, ഭരണപക്ഷ ബെഞ്ചുകളിൽ നിന്ന് അതിന് തടസ്സം സൃഷ്ടിച്ചത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഒരു കക്ഷി നേതാവ് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ അവിടെ തടസ്സം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്ത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. അനുവദിക്കപ്പെട്ട സ്ലോട്ടിലാണ് സംസാരിച്ചത്. പറഞ്ഞ കാര്യങ്ങളെ ഗണ്ണിച്ച് സംസാരിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പാർലമെന്ററി കാര്യം കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് അവസരമുണ്ട് എന്നിരിക്കെ ആ അവസരത്തിനായി നോക്കി നിൽക്കാതെ വാർത്താ മാധ്യമങ്ങൾ പ്രതിപക്ഷം പറയുന്നത് കേൾപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവിടെ നടന്നത്. വളരെ ലജ്ജാവഹം എന്നല്ലാതെ അതിന് മറ്റൊന്നും പറയുവാനില്ല. ഇന്ത്യയുടെ ഭരണപക്ഷ ബെഞ്ചുകൾക്ക് നേരെ നോക്കി ഫ്ലൈയിങ് കിസ് നൽകി അവരെ സ്നേഹവായ്പോടുകൂടി കണ്ടത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അദ്ദേഹം ഭരണപക്ഷ ബെഞ്ചുകളെ നോക്കി ഫ്ലൈയിങ് കിസ് നൽകിയപ്പോൾ അതുപോലും സ്മൃതി ഇറാനി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ചതും നമ്മൾ കണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തിന്റെ ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ പ്രതിപക്ഷത്തിന് ഇടം നൽകാത്ത ഒരു ഗവൺമെന്റ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ്. ഇതിന് കാരണം ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയോ അമിത്ഷായുമല്ല. അവർ വെറും യാന്ത്രികമായിട്ടുള്ള മരപ്പാവകൾ മാത്രമാണ്. അവർക്ക് പിന്നിൽ അണിയറയിൽ നിന്ന് പ്രവർത്തിക്കുന്ന വിധ്വംസകം എന്ന് നമ്മൾ സൂചന നൽകുകയും നമ്മൾ ധരിക്കുകയും ചെയ്യുന്ന RSSന്റെ ശക്തികളുണ്ട്. മഹാരാഷ്ട്രയിൽ നാഗ്പൂരിൽ ഇരുന്ന് മോഹൻ ഭഗത് എന്ന് പറയുന്ന RSSന്റെ സർസംഘചാലക്, അദ്ദേഹം നൽകുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യം ഭരിക്കപ്പെടുന്നത്. ലോക കാലാവസ്ഥ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടിട്ട് ഡൽഹിയിൽ
ചാണക്യപുരിയിൽ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ഒരു യോഗം ചേർന്നപ്പോൾ പ്രകാശ് ജാവദേക്കർ എന്ന് പറയുന്ന മന്ത്രി ഒരു ഗോൾഡൻ കളർ ഹാഫ് ജാക്കറ്റും ഇട്ട ആ യോഗ സ്ഥലത്തേക്ക് തന്റെ ഓഫീസിൽ നിന്ന് പുറപ്പെട്ടു പോകാനായി. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ മന്ത്രിമാരുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് ക്ലോസ് സർക്യൂട്ട് TV ഉണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ അവയിലാണ്. പ്രകാശ് ജാവദേക്കർ താൻ ഇട്ട ഡ്രസ്സിനേക്കാളും മികവ് പുലർത്തുന്ന അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചു എന്ന് കണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആ ജാക്കറ്റും മാറ്റി മറ്റൊരു വസ്ത്രമിട്ട് ആ വേദിയിലേക്ക് ചെല്ലുവാൻ നിർദ്ദേശം ഉണ്ടായി. അത് മാധ്യമങ്ങളോട് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഒരു മനുഷ്യന് ഒരു ക്യാബിനറ്റിലെ അംഗം ഇടേണ്ട വസ്ത്രത്തെ വരെ പ്രധാനമന്ത്രി നിയന്ത്രിക്കുകയാണ്. ഈ രാജ്യത്ത് വലിയ വിഘടനവാദത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച് ഒരു കമ്മ്യൂണലായ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കി അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് പരിണിത ഫലമായിട്ട് ഈ രാജ്യത്തെ എക്കാലവും അധികാരത്തിൽ ഇരിക്കാം എന്നുള്ള ഒരു വ്യാമോഹമാണ് ഈ സംഘപരിവാർ ശക്തികൾക്കുള്ളത്. നമ്മുടെ രാജ്യത്ത് രാഷ്ട്രപിതാവിനെ പ്രതീകാത്മകമായി അദ്ദേഹത്തിന്റെ പ്രതീകമായിട്ടുള്ള ബൊമ്മ ഉണ്ടാക്കി വെടിവെച്ചു. ലോകം ആദരിക്കുന്ന ഇന്ത്യയിലൊരു സ്വാതന്ത്ര്യത്തിന്റെ നാളുകളിൽ അഹിംസയുടെ സമരത്തിന്റെ മൂർത്തിരൂപമായി ആ സമരത്തെ കണ്ടുപിടിച്ച മഹാത്മാഗാന്ധിയെ ലോകം ആദരിക്കുകയാണ്. വാഷിംഗ്ടണിലും ബക്കിംഗ്ഹാമിന്റെ മുമ്പിലും ഒക്കെയായി അദ്ദേഹത്തിന്റെ പ്രതിമകള് ദക്ഷിണാഫ്രിക്കയിലും ലോകരാജ്യങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ പേരിൽ യൂണിവേഴ്സിറ്റികളിൽ ചാപ്റ്റർ ഓപ്പൺ ചെയ്തിരിക്കുക. ഗാന്ധിസത്തെ സംബന്ധിച്ച് സമകാലീന രാഷ്ട്ര തന്ത്രജ്ഞത ആളുകൾ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ പേരിൽ ചെയർ എല്ലാ യൂണിവേഴ്സിറ്റികളിലും പുതുതായി രൂപവൽക്കരിച്ച് ലോകത്തിന്റെ ഗാന്ധിസം കൂടുതൽ പ്രസക്തമായി വന്നിരുന്ന ഘട്ടത്തിൽ നാം ആദരിക്കുന്ന മഹാത്മാഗാന്ധിയെ പ്രതീകാത്മകമായി വെടിവെച്ചിട്ട സംഘപരിവാറിന്റെ നേതാക്കന്മാരെ കയ്യാമം വെക്കുവാൻ ഈ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ മുസ്ലിങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും ഹൈന്ദവരെയും തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് 64.35% വരുന്ന ഹൈന്ദവ ജനതയെ ഒന്നിച്ചു നിർത്തി അധികാരത്തിൽ വരിക എന്നുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു വാദമാണ് അവരുടെ കുഞ്ചിയിൽ നിന്ന് ഉദിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ഹൈന്ദവ ദാർശനികതയല്ല ഈ രാജ്യം മുന്നോട്ട് വയ്ക്കുന്നതും ഈ രാജ്യത്ത് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ സംരക്ഷിച്ച് നിലനിർത്തി പോന്നിരുന്നു. ഹൈന്ദവ സ്നേഹിതന്മാരിവിടെയുണ്ട്. വിവേകാനന്ദൻ ന്യൂയോർക്കിലെ ഇന്ത്യയുടെ ഹൈന്ദവ ദേശീയതയെ സംബന്ധിച്ച് പറഞ്ഞതല്ല നരേന്ദ്രമോദി പറയുന്നത്. ആസേതു ഹിമാചലം എന്ന് പറയുന്ന ബംഗ്ലാദേശ് ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ കീഴടക്കിക്കൊണ്ട് ഒരു ജാതി രാഷ്ട്രമാക്കി ഇതിനെ മാറ്റിയെടുത്താൽ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന യാതനകളും വിടുതലുകളും ചെറുതല്ല എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇവിടെ ജോഷി ചേട്ടൻ സൂചിപ്പിക്കട്ടെ, 100ഓളം വരുന്ന ഏകദേശം ആളുകൾ ഈ 2 ബൂത്തുകളിൽ നിന്നായിട്ട് വിദേശത്തുണ്ടെന്നാണ്. അങ്ങനെ ഒരു രാജ്യം ഒരു കമ്മ്യൂണൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ യാത്ര ചെയ്യാൻ സാധിക്കില്ല. അവർക്ക് പഠനം അന്യമായിരിക്കും. അവർക്ക് അവിടെ ജോലി ചെയ്ത് നമുക്ക് സമ്പത്തയച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുത്തുവാൻ സാധിക്കില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മൂലധനം എന്ന് പറയുന്നത് മാൻ പവറാണ്, മനുഷ്യ വിഭവമാണ്. ആ മനുഷ്യ വിഭവത്തെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് നമ്മൾ. ലോകത്തിന്റെ യൂറോപ്പിന്റെ വിവിധ കോണുകളിൽ അമേരിക്കയിലും ന്യൂസിലൻഡിലും ന്യൂയോർക്കിലും പോളണ്ടിലും സ്വിറ്റ്സർലൻഡിലും ചെക്കോസ്ലോവാക്യയിലും എവിടെയെടുത്താലും കയ്യൊപ്പുള്ള ഒരു മലയാളിയുണ്ട്. ഏത് മേഖലയിൽ, IT പ്രൊഫഷണൽ ആണെങ്കിലും അമേരിക്കയിലെ ഗ്രീൻ വാലിയിലാണെങ്കിലും എവിടെയും. ഈ കരിമണ്ണൂർ സ്വദേശി ഒരു സ്നേഹിതനാണ് ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉന്നതമായ തലത്തിൽ നിന്ന് അമേരിക്കയിൽ ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കമ്പനി ഫേസ്ബുക്ക് അബ്സോർവ് ചെയ്തു. ദശലക്ഷക്കണക്കിന് $1 മില്യൺ അദ്ദേഹത്തിന് എൻ്റെ കമ്പനി അബ്സോർവ് ചെയ്തപ്പോൾ ലഭിച്ചത്. നമ്മൾ ആത്മാഭിമാനത്തോടു കൂടി പറയുക, നമ്മുടെ ആളുകൾ ലോകത്ത് മുഴുവൻ വിന്യസിച്ചിരിക്കുകയാണ്. ലോകം ഇന്ത്യയുടെ ഒരു ഭാഗമായി മാറിയിരിക്കുന്ന ഘട്ടത്തിൽ ഒരു കമ്മ്യൂണൽ രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പലായനങ്ങളും തകരാറുകളും അതൊരു ചെറിയ ദുരന്തമായിരിക്കില്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സാർ ഇവിടെ സൂചിപ്പിച്ചു അവർക്ക് CIA പറ്റി മാത്രമേ പറയുവാനുള്ളൂ. ഏത് കേരളത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CIA എന്ന് പറയുന്ന നിയമം ഇന്ത്യയിലെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന കോൺഗ്രസ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന മാനിഫെസ്റ്റോയിലും പ്രധാനമായിട്ട് പറയുന്ന കാര്യം നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കുമെന്നാ. ഭരണഘടനയെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അതിൽ അണ്ടർസ്റ്റുഡ് ആണ് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വത്തെ നിശ്ചയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന്. അത് അണ്ടർസ്റ്റുഡ് ആണ്. പക്ഷെ വീണ്ടും ഇവര് സംശയമാണ്.
ഞാനിപ്പോൾ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണും കാലും മൂക്കും നാക്കും ഒക്കെ ആയിട്ട് ഇഷ്ടപ്പെടുന്നു എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഭരണഘടനയെ നിലനിർത്തുമെന്നും മതേതരവും ജനാധിപത്യവുമായിട്ടുള്ള ഈ ഭരണഘടന ആമുഖത്തെ തന്നെ നിലനിർത്തുമെന്ന് പറഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ വിഷയങ്ങൾ അണ്ടർസ്റ്റുഡ് ആണ്. പക്ഷേ നടിക്കുകയാണ് ചില ആളുകൾ അറിവില്ലാത്തത് കൊണ്ടല്ല, അറിവില്ലായ്മ നടിക്കുകയാണ്. നടിക്കുന്നവരെ നമുക്ക് ഉണർത്തുവാൻ പാടാണ്. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്ത് നോട്ട് നിരോധനം വലിയ അപകടം ഉണ്ടാക്കി. സാറ് സൂചിപ്പിച്ചു, പെട്രോൾ ഡീസൽ വില വേൾഡിലെ അതിന്റെ ഉൽപാദക രാജ്യങ്ങളിലെ കൺസോർഷ്യം ക്രൂഡിന്റെ വില കുറയുന്ന രീതിയിൽ ഒപ്പക് രാജ്യങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അവരെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം വലിയ രീതിയിൽ കുറവുണ്ടായി. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് കുറയ്ക്കാൻ തയ്യാറായില്ല. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇരുന്നപ്പോൾ അതിന്റെ സ്റ്റേറ്റ് ടാക്സ് സെസ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് അല്പം റിലാക്സേഷൻ നൽകി. ഈ ഗവൺമെന്റ് ₹1 പോലും അതിന് കുറയ്ക്കുവാൻ തയ്യാറായിട്ടില്ല, കേരളം ഭരിക്കുന്ന ഗവൺമെന്റ്. അതുപോലെ തന്നെ കർഷകരെ സാറ് പറഞ്ഞു 700ഓളം വരുന്ന കർഷകരാ കൊല ചെയ്യപ്പെട്ടത്. ഈ രാജ്യത്ത് തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് ന്യായമായ വില ലഭ്യമാകണം എന്ന് ആവശ്യപ്പെട്ട് ജനാധിപത്യപരമായിട്ടുള്ള സമരം നടത്തിയ കർഷകരെ 700ഓളം പേരെയാണ് അധികാരം ഉപയോഗിച്ച് കശാപ്പ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ഗവൺമെന്റ് ഈ മോഡിയുടെ മറ്റൊരു പ്രതിഭാസമാണ്. മോഡി ഹിറ്റ്ലറും മുസോളിനിയും മുന്നോട്ട് വെച്ച ഫാസിസവും നാസിസവും ചേർന്ന ഒരു മോഡിസമാണ് പ്രയോഗിക്കുന്നതെങ്കിൽ കേരളത്തിൽ പിണറായിസമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സംസ്ഥാനത്തിന്റെ സമൂലമായിട്ടുള്ള രംഗവും വലിയ തകരാറിലേക്ക് പോയി. ക്ഷേമ പെൻഷനുകൾ സാറ് സൂചിപ്പിച്ചു, ബാങ്കിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. ഈ ക്ഷേമ പെൻഷനുകൾ ഇന്ന് ഇലക്ഷനിൽ ലാക്കാക്കിക്കൊണ്ട് 3 മാസം കൊടുക്കാൻ തയ്യാറായിരിക്കുക. ഇപ്പൊ ഏപ്രിൽ മാസമാണ്. അടുത്ത മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് എടുക്കാൻ കഴിയുന്ന മുഴുവൻ ലോണുകൾ സംഘടിപ്പിച്ചു വച്ചിരിക്കുക. ഈ പെൻഷനുകൾ നൽകി ഈ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മെയ് മാസം മുതൽ അടുത്ത മാർച്ച് വരെയുള്ള കാലയളവിൽ ഈ സംസ്ഥാനം വലിയ കടക്കണിയിലാണ്. വേഴാമ്പലിനെ പോലെ നമ്മൾ നോക്കിയിരിക്കേണ്ടി വരും. ഇത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ചൊൽപ്പടി വിദ്യയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയും കുടുംബവുമായി ബന്ധപ്പെട്ട അഴിമതി, സ്വജനപക്ഷപാതം. ഒരു സഖാവും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു ഭാഗവാക്കാകുന്നില്ല. ഇത് മുഴുവൻ മുഖ്യമന്ത്രിയുടെ കുടുംബവും കണ്ണൂർ ലോബിയുമാണ് മെയിനായി കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ഒരു സഖാവും ഇതിന്റെ ഭാഗമല്ല എന്ന് പറയുന്നില്ല. എല്ലാ സഖാക്കന്മാരും തന്നെ തനതായ രീതിയിൽ ഈ കാര്യങ്ങളിലെല്ലാം ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഈ അധികാരത്തിന്റെ പ്രയോഗം ഉപയോഗിച്ച് സംസ്ഥാനത്തെ കൊള്ളയടിക്കുന്ന ഒരു കൂട്ടുകുടുംബമായി മുഖ്യമന്ത്രിയും ജയരാജന്മാരുടെ കുടുംബവും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സതീദേവിയും ശ്രീമതിയും വടകര മത്സരിക്കുന്ന ശൈലജയും അടങ്ങുന്ന ഒരു അവരെല്ലാം ബന്ധുബലങ്ങളാണത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഭാഗം കഴിച്ച് ചേച്ചിയുടെ അനിയത്തിയുടെ മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ് അവരാണ് ഈ കമ്മ്യൂണിസത്തെ കേരളത്തിൽ പിടിമുറുക്കിയിരിക്കുന്നത്. മാർക്സ് രൂപപ്പെടുത്തിയ കമ്മ്യൂണിസം ജർമ്മനിയിലാണ് മാർക്സ് എങ്കിൽ ആ ജർമ്മനിയിൽ കമ്മ്യൂണിസം ഇല്ല. മാർക്സ് എഴുതാൻ അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഇംഗ്ലണ്ടിൽ വന്ന് ഇംഗ്ലണ്ടിലെ ലൈബ്രറിയിൽ ഇരുന്നാണ് കമ്മ്യൂണിസം എഴുതിയെങ്കിൽ എഴുതാൻ കൂട്ടുകൂടിയ ആളാണ് എംഗൽസ്. ജനിച്ചിടത്തില്ല, വന്നിരുന്ന് എഴുതിയ ബ്രിട്ടനിലില്ല. സോവിയറ്റ് യൂണിയനാണ് കമ്മ്യൂണിസത്തിലൂടെ വലിയ ഒരു വിപ്ലവം ഉണ്ടായ രാജ്യം. അത് തകർന്ന് തരിപ്പണമായി പോയി. അവിടെ നിന്ന് ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് റഷ്യൻ സുന്ദരികൾ, മുതിർന്ന ആളുകൾ, സ്ത്രീകളില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം, റഷ്യൻ സുന്ദരികൾ ദുബായിൽ മാംസം വിൽക്കാൻ ചെല്ലുക. ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് 6 മാസത്തെ വിസിറ്റിംഗ് വിസ എടുത്ത് റഷ്യയിൽ നിന്ന് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് റഷ്യൻ സുന്ദരികൾ ദുബായിൽ വന്ന് അവരുടെ ശരീരത്തെ വിറ്റ് തിരിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് സോവിയറ്റ് യൂണിയൻ തകർന്നിട്ട് റഷ്യയും അനുബന്ധമായ രാജ്യങ്ങളും മാറിയത്. ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിൽ ഭരിച്ചു, ജ്യോതി ബാസു ഭരിച്ചു. മനുഷ്യനെ ചവിട്ടി കൊണ്ടു നടക്കുന്ന റിക്ഷ, അത് ഇന്ത്യയിലെ ഒരു കാലഘട്ടത്തിൽ സർവ്വവ്യാപിയായിരുന്നു. അതിപ്പോഴും ഉള്ളത് പശ്ചിമ ബംഗാളിൽ കൊൽക്കട്ടയിലാണ്. മനുഷ്യനെ ചവിട്ടി കൊണ്ടുകിടക്കുവാണ്. ഈ യാന്ത്രികമായിട്ട് മെക്കനൈസേഷനിലേക്ക് മാറിയ കാലഘട്ടത്തിൽ വളരെ ശിലായുഗത്തിലെ, അതും മാനസികമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ മനുഷ്യനെ ചവിട്ടി കൊണ്ടു നടക്കുന്ന റിക്ഷ, അതിൻ്റെ വലിയ നിരയാണ് ഇന്നും പശ്ചിമ ബംഗാളിൽ. മണ്ണുവാരി തിന്നുന്ന കുഞ്ഞ് ദാരിദ്ര്യം, അതിൻ്റെ പുറംചട്ടയടിച്ച് പടമടിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ മാഗസിൻ പുറത്തു വന്നു. ലോകരാജ്യങ്ങൾ ഞെട്ടിപ്പോയി. PTA ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു.
ത്രിപുരയിലേക്ക് ചെന്നാൽ എൻ്റെ ഒരു സ്നേഹിതൻ അവിടെ പോയ കാഴ്ച പറഞ്ഞു. ഒരു സോവിയറ്റ് യൂണിയനിൽ ചെല്ലുങ്ങളൊക്കെ ചെന്നിറങ്ങുന്നിടത്ത് തൊട്ട് കാറൽ മാക്സിൻ്റെയും ലെനിൻ്റെയും എംഗൽസിൻ്റെയും നമ്മുടെ ചെഗ്വേരയുടെയും പ്രതിമകളാണ് മുഴുവൻ. 1 കിലോമീറ്റർ ചുറ്റളവിൽ 25 പ്രതിമ അദ്ദേഹം കണ്ടു എന്നാണ് പറഞ്ഞത്. ഒളീവിയൻ കാടുകളിലെ ചുരുട്ടും കഞ്ചാവും വലിച്ച് നടന്ന ചെഗ്വേരയുടെ പ്രതിമ ആ സ്റ്റേറ്റ് മുഴുവൻ സ്ഥാപിച്ചേക്കുവാ. BJP ഗവൺമെന്റിനെ എടുത്ത് കുറച്ച് വെള്ളക്കളഞ്ഞു. പ്രിയപ്പെട്ടവർ, അവരുടെ ഭരണം അത് കമ്മ്യൂണിസത്തെ വളർത്തുവാനും മറ്റ് സാമ്പത്തിക സ്രോതസ്സുകളെ തകർക്കുവാനും എല്ലാ കാലഘട്ടത്തിലും തൊഴിലാളി വിഭാഗത്തെ അതേ രീതിയിൽ തന്നെ നിലനിർത്തുവാനും വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രസ്ഥാനമാണ്. അത് കാലഹരണപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട എക്സാലോജിക് എന്ന കമ്പനിയുടെ കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട കോടികളുടെ വിവാദം. ഞാനൊരു കമ്പനി രൂപം കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടാകണം. കരിമണൽ കർത്തയ്ക്ക് എന്ത് കോൺട്രിബ്യൂഷനാണ് ഈ കമ്പനി കൊടുത്തതെന്നാൽ ചോദ്യത്തിന് ഉത്തരവില്ല. മാധ്യമ സമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ അതിന് ഉത്തരമില്ല. അദ്ദേഹം അശോഭ്യനായിട്ട് ശോഭിച്ച് മാധ്യമ സമ്മേളനം വിട്ട് ഇറങ്ങിപ്പോവുകയാണ്. അത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുവാൻ വരും എന്ന് പറയുന്നതല്ലാതെ വരുന്നില്ല, പിടിക്കുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ അപമാനം ഉണ്ടാക്കി. അങ്ങനെയൊക്കെ കള്ളക്കടത്ത് നടത്താമെന്ന് തെളിയിച്ച ലോകത്തെ ആദ്യത്തെ മുഖ്യമന്ത്രിയായത് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ മുഖ്യമന്ത്രിയുടെ ആഫീസിന്റെ വശത്തിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫയലുകളുള്ള ചെറിയ ആഫീസ് കത്തിച്ചു കളഞ്ഞു. ഷോർട്ട് സർക്യൂട്ട് മൂലം തെളിവ് പോലും നശിപ്പിച്ചു കളഞ്ഞു. കേരളത്തിന്റെ വളരെ മിടുക്കനായ ഒരു IAS ഓഫീസർ ശിവശങ്കർ, അദ്ദേഹത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാക്കി കൂടെ കൊണ്ടുകിടന്ന് അദ്ദേഹം ജയിലിൽ കിടന്ന് ഇറങ്ങി ജാമ്യത്തിൽ നിൽക്കുന്നു. കേസുകളുമായി ദിനരാത്രങ്ങൾ മുന്നോട്ട് പോകുന്നു. 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള സ്വപ്ന എന്ന് പറയുന്ന പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിച്ചു. ഇതിനൊന്നും ഇപ്പം മറുപടിയില്ല. 3.5 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കന്നുകാലി തൊഴുത്തിന് ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ വസിച്ച ക്ലിഫ് ഹൗസിൽ 2ാം നിലയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ലിഫ്റ്റ് സൗകര്യങ്ങൾ 1ാമത്തെ നിലയിലേക്ക് 2 നിലയുള്ള കെട്ടിടമാണ് താഴെ ബേസ്. അതിൻ്റെ ലിഫ്റ്റ് അന്ന് അപകടം പറ്റി കരുണാകരൻ ലീഡർ അദ്ദേഹത്തിന് ഒരു ചികിത്സയുടെ ഭാഗമായി ഒരു സ്വിമ്മിംഗ് പൂൾ വേണമെന്ന് പറഞ്ഞ് പണിതപ്പോൾ ഇവർ കേരളം മുഴുവൻ നടത്തിയിട്ടുള്ള പ്രചരണങ്ങൾ നമുക്കറിയാം. സാർ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമായി. 4ാം ക്ലാസ് വിദ്യാഭ്യാസം ഇല്ലാത്തവനെ പിടിച്ചിട്ട് കേരളത്തിന്റെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററാക്കി വെച്ചേക്കുക. വിദ്യാഭ്യാസം എന്താണെന്നറിയാൻ പാടില്ല. അത് മോശം മുണ്ടശ്ശേരി മാഷ് അടക്കം TN ജേക്കബും പ്രിയപ്പെട്ട നമ്മുടെ ജോസഫ് സാർ അടക്കമുള്ളവർ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ്. എന്ത് അപമാനമാണെന്ന് നോക്കണം. അതിനെ ഡിവൈഡ് ചെയ്ത് ഉന്നത വിദ്യാഭ്യാസമാക്കി മാറ്റി. CPM പോളിംഗ് ബ്യൂറോ വിജയരാഘവന്റെ ഭാര്യനെ പിടിച്ചു വെച്ചു. അവർക്ക് ഇത് എന്നാന്ന് പോലും അറിയാൻ പാടില്ല. കോളേജിൽ അധ്യാപികയായിരുന്നു, പക്ഷേ മാധ്യമങ്ങളോട് പോലും അവർ തട്ടിക്കയറുകയാണ്. ഗവർണർ ഒരു ഭരണഘടനാ പ്രകാരം ചാൻസലറാണ്. ഗവർണർ ഉത്തരവിട്ട് സിൻഡിക്കേറ്റ് കൂടരുതെന്ന് പറഞ്ഞിട്ട് മന്ത്രി പോയി വിളിച്ച് സിൻഡിക്കേറ്റ് കൂടുക. ഭരണഘടനാപരമായി ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ എത്രയോ മ്ലേച്ഛമായിട്ടുള്ള രീതിയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അവസാനം സിദ്ധാർത്ഥ് എന്ന് പറയുന്ന പയ്യനെ ബാച്ചലർ ഓഫ് വെറ്റിനറി സയൻസ് വെറ്റിനറി ഡോക്ടറെ പഠിച്ച വയനാട്ടിൽ പൂക്കോട്ട് വെറ്റിനറി കോളേജിൽ എത്ര മൃഗീയമായ അവന്മാർ കൊല ചെയ്തപ്പെട്ടത്. SFIയുടെ കുട്ടികൾ ഇന്ന് കഞ്ചാവും മാഫിയായി മാറിയിരിക്കുക. പിടിക്കപ്പെടുന്ന മുഴുവൻ കുഞ്ഞുങ്ങളുടെയും രാഷ്ട്രീയ പശ്ചാത്തലം എടുത്തു കഴിഞ്ഞാൽ അവർ SFIയുമായി ബന്ധമുള്ളവരാണ്. നമ്മുടെ മേഖലയടക്കം അവർ കാരിയർമാരായി മാറിയിരിക്കുക. പാർട്ടി ഓഫീസിന് മുകളിൽ നിലയിൽ 5-10 കിലോ അരി ആഹാരം വെച്ച് വിളമ്പി പയറും കൂട്ടി നൽകിയിട്ട് മറ്റിതരങ്ങളായ പ്രദേശങ്ങളിൽ നിന്ന് വന്ന് തൊടുപുഴയിലും എല്ലാം വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളെ പാർട്ടി ഗുണ്ടകളാക്കി മാറ്റിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാരിയർമാരാക്കി മാറ്റിയിരിക്കുക. ഇവിടെ നിങ്ങളൊരു കാര്യം അറിയണം. ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആ പയ്യൻ അവൻ വലിയ സംഘടനാ മികവും പ്രത്യേകമായ കഴിവും ശേഷിയുള്ള ആളായിരുന്നു. അവർ SFIയുടെ ഒരു ചട്ടകത്തിൽ നിൽക്കുന്ന ആളല്ല എന്ന് മനസ്സിലാക്കിയവർ. അവൻ ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുണ്ടായിരുന്നു, ഡിബേറ്റിൽ ഒന്നാമനായിരുന്നു, കലാരംഗത്തെല്ലാം മിടുക്കനായിരുന്നു. അവനോട് ഉമ്മാർ പറഞ്ഞു, നീ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിൽക്ക്. അവൻ അത് കേട്ടില്ല എന്നുള്ളത് മാത്രമാണ് അവൻ്റെ മരണത്തിലേക്ക് വഴുതി വീഴാൻ ഇടയായത്. ചുറ്റും കൂടി നിന്നിട്ട് എത്രയോ മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങളാണ് വിവസ്ത്രയായി നിർത്തി പറയാൻ കൊള്ളത്തില്ലാതെ പ്രായമായവരൊക്കെ ഉണ്ട്. ഒരാളെയൊക്കെ എത്ര പീഡിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കയിൽ ഫോർട്ട് ബ്ലെയർ എന്ന് പറയുന്ന ആൻഡമാനിലൊരു പ്രദേശമുണ്ട്. അവര് നമ്മളെ മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ ഈ വില്ലിന്റെ തുമ്പറ്റത്ത് വിഷം പുരട്ടിയിട്ട് നമ്മളെ എഴുതു കൊല്ലും. അവർക്ക് മനുഷ്യ മാംസം കഴിക്കുന്നവരാണ്. അതിലും മൃഗീയമായിട്ടുള്ള ഒരു അവസ്ഥ ആ പയ്യനെ അവിടെ സംഭവിച്ചത്. ഒരു ക്യാമ്പസിൽ ഒരു 10 മാസം
ക്യാരി ചെയ്തിട്ട് പ്രസവിച്ച് പഠിപ്പിക്കാൻ വേണ്ടി ഒരു അമ്മയ്ക്ക് ഒരു അച്ഛനെ ഒരു കുഞ്ഞിനെ വിടാൻ പറ്റുമോ പേടിച്ചിട്ട്? മുഴുവൻ SFIയുടെ ഇത്തരത്തിലുള്ള കിരാതമായ ആക്രമണമല്ലേ ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുറപ്പ് പദ്ധതി കഴിഞ്ഞ ദിവസം ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു മീറ്റിംഗ് നടക്കുന്നിടത്ത് കേട്ടോ, തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് ഞങ്ങളാണ്. തൊഴിലുറപ്പ് പദ്ധതി ഇത് 87 മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് കൊണ്ടുവന്ന, 86 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിന്റെ വേറൊരു വേർഷനായി മഹാരാഷ്ട്രയെ കൊണ്ടുവന്ന ബോംബെയില്. ഇതിപ്പം നമ്മുടെ രാജ്യത്ത് UPA ഗവൺമെന്റ്, നരസിംഹറാവു ഗവൺമെന്റ് ഇരിക്കുമ്പോൾ ഇതിന്റെ 2ാം ഘട്ടം എന്നുള്ള രീതിയിൽ ഈ രാജ്യത്ത് ഇത് അവതരിപ്പിച്ചു. അതിന്റെ മറ്റൊരു വേർഷനായി UPA ഗവൺമെന്റ് വന്നപ്പോൾ വന്നു. ഇതിന്റെ മുഴുവൻ ഫലവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ തൊഴിലാളികളാണ്, യാതൊരു അംശവുമില്ല. അതിന്റെ യൂണിയനും അവർക്കാ കൂടുതൽ. ഇവരിപ്പോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ ആ വിഷയങ്ങളെല്ലാം വിടുകയാണ്. ഇവിടെ ഇന്ന് സാറ് പറഞ്ഞതുപോലെ ഒരു പാള കണക്കുള്ള ഒരു ലഘുരേഖ ഇന്ന് വീടുകളിലെത്തി. ഞാനത് രാവിലെ ഇരുന്ന് ചായ കുടിച്ച് മുഴുവൻ വായിച്ചു നോക്കി. മറ്റൊരു MP ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു ചിത്രമാണ് അതിൽ അടിച്ചു വന്നേക്കുന്നത്. ഇവിടെ കോവിഡ് സമയമായിരുന്നു, 2 വർഷം MP ഫണ്ട് ഇല്ലായിരുന്നു, പരിപൂർണമായി ഡാർക്ക്നെസ് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം. നമ്മൾ വലിയ 2 ദുരന്തത്തെ നേരിട്ടു, പെട്ടിമുടിയിലും കൊക്കയാറും. വേഗം അവസാനിപ്പിച്ചോളാം. ഈ 2 ദുരന്തത്തിലും ഒരു മനുഷ്യരക്ഷകനായി ഇടുക്കിയുടെ MP അവിടെ ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടതാ. തന്റെ വസ്ത്രത്തിൽ മുഴുവൻ ചെളി പുരണ്ട് കൊക്കയാറിൽ നിന്ന് MPയെ കളക്ടർ തിരിച്ചറിഞ്ഞില്ല എന്നും പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാ. അത്രയധികം അദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റ് ഉണ്ടായി. 20 വീടുകൾ അവിടെ പണിതുകൊണ്ടിരിക്കുക. അപ്പൊ MP ആ വീടുകൾ പണിതത് സർക്കാരിന്റെ സഹായം ചോദിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് വിദേശ മലയാളികൾ, നല്ല ഹൃദയമുള്ള ആളുകളെ സമീപിച്ച അവരുടെ കോൺട്രിബ്യൂഷനോടും മറ്റിതരങ്ങളായിട്ടുള്ള സംഘടനകളെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ്, ലയൺസ്, റോട്ടറി പോലെയുള്ള ക്ലബ്ബുകളെയൊക്കെ. 3 പ്രാവശ്യത്തിലധികം സംസ്ഥാന ഗവൺമെന്റ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ അദ്ദേഹം സമീപിച്ചിട്ടുണ്ട്. സാധ്യമായില്ല. ഈ ഗവൺമെന്റ് കടക്കണിയിലാണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ സാധ്യമല്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചത്. ഒരു 90% പണി ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുക. ഞങ്ങള് പലരും പറഞ്ഞു, ജോസഫ് ജോൺ സാറും ഒക്കെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, അത് പൂർത്തീകരിച്ചത് വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്യേണ്ടായിരുന്നു എന്ന്. പക്ഷെ അത് MP തയ്യാറായില്ല. കാരണം അതിനെയൊന്നും പൊളിറ്റിക്കലൈസ് ചെയ്യാനോ മാർക്കറ്റ് ചെയ്യാനോ അദ്ദേഹം അതിന്റെ ഒരു സാധ്യതയെ ഉപയോഗപ്പെടുത്താനൊന്നും തയ്യാറായില്ല. ഒരു സന്നദ്ധ പ്രവർത്തനം എന്നുള്ള നിലയിൽ കാണുവാനാണ് കഴിയുന്നത്. ഈ ഇടതുപക്ഷ മേഖലയിലുള്ള ആളുകളാണെങ്കിൽ തറക്കല്ലിട്ട അതിനെ മാർക്കറ്റ് ചെയ്യുമായിരുന്നു. 20 ഭവനങ്ങൾ, അതുപോലെ 15 ഭവനങ്ങൾ വാത്തിക്കുടിയിൽ വെട്ടിപ്പൊടി ദുരന്തമുണ്ടായി. അവിടെ ഒരു നായ യജമാനെ കാത്ത് അവസാനം ഓരിയിട്ട് നിന്നതും ഇടുക്കി SP ആ നായയെ ഇടുക്കിയിലെ നായ്ക്കളുടെ സേനയുടെ ഭാഗമാക്കിയതൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെ കണ്ടതാ. ആ ഓരിയിട്ട് നിന്ന നായ അവസാനം പോയപ്പം അതിനുങ്ങളുടെയും സാക്ഷി നിന്നിട്ട് ആണ് ഇടുക്കിയുടെ MP ഡീൻ കുര്യാക്കോസ് ആ പെട്ടിമുടിയിൽ നിന്ന് പോയത്. ഒരു ഭരണാധികാരി ഒരു കലാമിറ്റിയുള്ള സ്ഥലത്ത് കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് നമ്മൾ പല നേതാക്കന്മാരിലൂടെയും കണ്ടിട്ടുള്ളതാണ്. റവന്യൂ, ആഭ്യന്തര വിഭാഗങ്ങളെയെല്ലാം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ നേവി എല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു യുദ്ധ സമാനമായ ഒരു സന്നാഹത്തെ ഒരുക്കിക്കൊണ്ട് നമുക്ക് റെസ്ക്യൂ ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു 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 ഭരണാധികാരത്തിന്റെ വിനിയോഗമാണ്. അത് നല്ല നേതാക്കന്മാരിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. പ്രളയം ഉണ്ടായപ്പോൾ മുമ്പ് MP ആയിരുന്നത് ജോയിസ് ജോർജാ. ആ സമയത്ത് ഡൽഹി നെടുമ്പാശ്ശേരി ഫ്ലൈറ്റ് എല്ലാം ക്യാൻസലാ. ആദ്യത്തെ ഒരാഴ്ച ഡൽഹിയിൽ തമ്പടിക്കുകയായിരുന്നു ജോയിസ് ജോർജ്. ഇവിടെ എല്ലാം സെറ്റിൽ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം വന്നത്. ആ നോട്ടീസിൽ പടമുണ്ട്, പ്രളയത്തിൽ നമുക്കൊപ്പം നിന്ന് MP എന്ന്. പ്രളയത്തിന്റെ മുഴുവൻ നീർച്ചാലുകളും നമ്മൾ കൈവഴിയായി പറഞ്ഞയച്ച് നമ്മളൊരു സെറ്റിൽഡായിട്ട് നിൽക്കുമ്പോഴാണ് അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങുന്നത്. നെടുമ്പാശ്ശേരി എയർപോർട്ട് പോലും മുങ്ങിപ്പോയായിരുന്നു. ഞാൻ പറഞ്ഞത് അതാണ് യാഥാർത്ഥ്യം എന്നിരിക്കുക. അതിനകത്ത് അടിച്ചു വന്നേക്കുന്നത് പ്രളയത്തിൽ നമ്മുടെ കൈത്താങ്ങായ MP എന്നാണ്. 1600-ലധികം വരുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ വികസന പദ്ധതികൾ ഈ ജില്ലയിൽ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കൊച്ചി, ധനുഷ്കോടി, പൂപ്പാറ, ബോഡിമെട്ട്, അതുപോലെ തന്നെ നമ്മൾ ഹൈറേഞ്ചിന്റെ കവാടമായിട്ടുള്ള ചെറുതോണി പാലം അടക്കം നേരിമംഗലം പാലം അത് നിലനിർത്തിക്കൊണ്ട്, അത് റാണി ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാ. അതിന്റെ ആ പൗരാണികത അത് പൊളിച്ചു കളയണ്ടെന്ന് തീരുമാനിച്ച് പാരൽ പാലം ഉണ്ടാക്കുക. പാരൽ പാലം ഉണ്ടാക്കിയപ്പോൾ വനംവകുപ്പുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് വന്നു. അതിനുവേണ്ടി 20ഓളം പ്രാവശ്യം വനം മന്ത്രിയെയും കേന്ദ്ര വനം മന്ത്രിയെയും കാണാൻ അദ്ദേഹം പോയത് എനിക്കറിയാം. നിരവധി വികസനങ്ങൾ, ഇതൊന്നും വേണ്ട. അതിലപ്പുറമായി CSR ഫണ്ട് എന്ന് പറയുന്ന മേഖലയിൽ അദ്ദേഹം വലിയ കയ്യൊപ്പ് അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടായിട്ടുണ്ട്. സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിനെ ചേർത്തിട്ട് ഹൈറേഞ്ചിലെ അംഗനവാടികൾക്ക് കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഉള്ള ഇടപെടലടക്കം നിരവധിയായിട്ടുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത്. ഇവിടെ CM സ്റ്റീഫൻ മുതൽ PT തോമസ് വരെ ഉള്ള നിരവധി പ്രഗത്ഭന്മാരിരുന്നിട്ട് ആ കാലഘട്ടത്തിലെ എല്ലാം വ്യത്യസ്തമായി വലിയ വികസനത്തിന്റെ വലിയ വെള്ളി വെളിച്ചം ഈ ജില്ലയിലെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അദ്ദേഹം
ചെയ്യുവാൻ ശ്രമിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അതൊരു കാലത്തിന്റെ സാക്ഷി നേർരേഖയാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചെറുതോണി പാലം ജോസേട്ടൻ പറഞ്ഞ പോലെ അതൊരു വലിയ ചെറുതോണിയുടെ വികസനത്തിന്റെ വലിയ പന്താവിനെയാണ് തുറന്നേക്കണേ. അത് തുറന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് വളമുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ പറയും ഇതൊക്കെ ഈ ബാലിശമായിട്ടുള്ള ഇടപെടലുകളും രാഷ്ട്രീയ ന്യായങ്ങളും ഒക്കെയാണ്. പാലത്തിന് വളമുണ്ടെങ്കിൽ തീർക്കണ ആള് MP അല്ല. അത് സ്കെച്ചും പ്ലാനും അതിന്റെ പ്രൊജക്ട് റിപ്പോർട്ടും കേന്ദ്രത്തിലും ഉപരിതല മന്ത്രാലയത്തിലും ഒക്കെ സബ്മിറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് റെക്ടിഫൈ ചെയ്ത് കമ്മീഷൻ ചെയ്ത് കഴിയുമ്പോൾ ചുമ്മാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓലപ്പടക്കമായിട്ടാണ് അതിനൊക്കെ നമുക്ക് കാണുവാൻ കഴിയുള്ളൂ. ഒരേ ഒരു കാര്യം കൂടെ പറയട്ടെ. മോഡി തീർച്ചയായിട്ടും അതെ. അത് ഈ രാജ്യം ഒരു ഫെഡറൽ വ്യവസ്ഥയുള്ള രാജ്യമാണ്. ഇന്ത്യ ഭരിക്കുന്ന ആരാണ് അവിടെ നിന്ന് നമുക്ക് പണം കിട്ടണം. അല്ല ലീൻ കുര്യാക്കോസിന്റെ വീട്ടിൽ കുര്യാക്കോസ് ചേട്ടൻ കൊടുത്ത പണം കിട്ടുന്ന ഒരു കാര്യം നടക്കില്ലല്ലോ. കേന്ദ്ര ഗവൺമെന്റ് ഭരിക്കുന്ന ആ മന്ത്രാലയങ്ങളിൽ നിന്ന് MP-യുടെ സമ്മർദ്ദഫലമായി അദ്ദേഹം വെച്ച പ്രൊജക്ടിന്റെ അടിസ്ഥാനത്തിൽ നൽകപ്പെട്ട പണത്തിന്റെ കമ്മീഷനിങ് ആണ് അവിടെ നടത്തിയത്. അത് ശരിയാ, അത് പറഞ്ഞ ആള് പറഞ്ഞത് ശരിയാ. കേന്ദ്രം കൊടുത്ത കേന്ദ്രത്തിൽ നിന്നും മേടിക്കാനാണ് നമ്മൾ പറഞ്ഞു വിട്ടേക്കണത്. ആ പണി നടത്തിയേക്കണേ. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഒരു ഇടതുപക്ഷ സഹയാത്രി ചാനൽ ചർച്ചയിൽ വന്യമൃഗങ്ങളുടെ പ്രശ്നം വന്ന് MP ആണെങ്കില 4 സ്വകാര്യ ബില്ല്. അദ്ദേഹത്തിന്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഇത്രയധികം ഈ വിഷയത്തിൽ ഇടപെട്ട ആളുകൾ ബഫർ സോൺ വിഷയം 0 പോയിന്റിലാക്കിക്കൊണ്ട് കർഷകരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെന്റ് എന്താ ചെയ്തത്? ഒന്നും ചെയ്തില്ല. ബഫർ ഫോണിന്റെ അതിർത്തി നിശ്ചയിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അനങ്ങാപ്പാറ നയം അവസാന ഡേറ്റ് വരെ കേന്ദ്രം കത്തെഴുതിയിട്ട് നൽകാത്ത ഗവൺമെന്റ് അത് 15ഓളം വരുന്ന കർഷക വിരുദ്ധമായിട്ടുള്ള ഉത്തരവ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഉണ്ടായിട്ട് ഇപ്പൊ നിർമ്മാണ നിയന്ത്രണം ഉൾപ്പെടെ പർപ്പസ് വയലേഷൻ ഉൾപ്പെടെയുള്ള 15ഓളം വരുന്ന പാട്ടഭൂമിയിലെ കെട്ടിട നിർമ്മാണത്തിന്റെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ 15ഓളം വരുന്ന ഉത്തരവുകൾ എന്റെ വണ്ടിയിലിരിപ്പുണ്ട്. ഈ ഗവൺമെന്റ് ചെയ്താ കർഷകരുടെ പേരിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റായത്. കർഷകരുടെ പേരിൽ അധികാരത്തിൽ വന്നതാണ് ജോയിസ് ജോർജ്. ആ ജോയിസ് ജോർജിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ 2ാം ഘട്ടം വന്നിട്ട് ഈ ജില്ലയിലെ കർഷകർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിലുപരിയായി CPM-ന്റെ ആഫീസുകളെ വ്യാജ പട്ടയത്തിലും അനധികൃതമായുള്ളതിനെ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിയമം കൊണ്ടുവന്നു. ഇപ്പം 64 ചട്ടത്തിന് ഭേദഗതി, പ്രഗത്ഭനായ ഒരു അഭിഭാഷകനായ ജോസഫ് ജോൺ സാറ് ഈ അതേ ചട്ടത്തിന് ഭേദഗതി വരുത്തുവാൻ ബുധനാഴ്ച ക്യാബിനറ്റ് കൂടിയാൽ മതി. അതിന് ഇവന്മാര് മന്ത്രിസഭാ യോഗം കൂടി സെക്രട്ടേറിയറ്റ് കൂടുമ്പോൾ നമ്മൾ വിരുദ്ധമായി നിലപാട് തിരുക്കൂന്ന് ഓർത്തോണ്ടാ നമ്മൾ പറ്റില്ല, ഭേദഗതി വരുത്തിക്കോട്ടെ എന്ന് വെച്ചു. ഇത് കരുണാകരൻ കൊണ്ട് ആരായിക്കോട്ടെ, പക്ഷെ കാലികമായ മാറ്റം നിയമത്തിന് ആവശ്യമാണ്. അപ്പൊ നമ്മൾ അതിന് അനുകൂലമായി നിന്നു. ഉടനെ ഇവന്മാർക്ക് അക്കടിയായി. എന്ത് ചെയ്തു? ഈ സാധനം സെക്രട്ടേറിയറ്റ് കൂടി തീരുമാനമെടുത്താൽ നേരെ ഗവർണറുടെ ബെഞ്ചിലേക്ക് വിടണം, ഗവർണർ ഒപ്പിടണം. ഗവർണറും പിണറായിയുമായിട്ട് കീരിയും പാമ്പും. അപ്പൊ ഒപ്പിടില്ല എന്നറിയാലോ. അപ്പൊ എന്തിനു ഈ വേലയ്ക്ക് പോയി? ബുധനാഴ്ച ക്യാബിനറ്റ് ഡിസിഷൻ ആണെങ്കിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. എന്റെ ചെറിയ പറഞ്ഞു കേട്ട നിയമ അറിവ് വെച്ചിട്ടാണ് പറയുന്നത്. ജോസഫ് ജോൺ സാർ ഇവിടെ ഉണ്ട്. അത് ഇവന്മാർ ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? ഈ പരിപാടി ഇവിടെ നടക്കരുത്. ഈ കർഷകരുടെ പേരും പറഞ്ഞ് എന്നും ഇവന്മാർക്ക് ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള അതിനെ പരിപോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ ഒരാഴ്ച കൂടി നമ്മൾ മുന്നോട്ട് പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.